സോ ഈ ഒരു സിമ്പിളായ മക്രോണി പായസം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് എൻ്റെ ദിവാലി റെസിപ്പീസിൽ ഞാൻ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്തത് ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലാതെ ഈ പറഞ്ഞ എസൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനിത് പപ്പായന്ന് കട്ട് ചെയ്തൊരു ഇതാണ്, ഷേപ്പാണ്. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാതെ അങ്ങനെ വെച്ചു. ആൻഡ് ഇതേ നമ്മുടെ മക്രോണി ഈസ് റെഡി ടു ഈറ്റ്. ഫ്രണ്ട്സ് ഹായ്, ആസ്ട്രോഡോക്സിന്റെ ഒരു പുതിയ ദീപാവലി എപ്പിസോഡിലേക്ക് എല്ലാവരുമായി വെൽക്കം എവ്രിബഡി. ആൻഡ് ഹോപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് ടൈം ഐ ഹാവ് കം അപ്പ് വിത്ത് സംതിങ് ന്യൂ. ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് മക്രോണി വെച്ചിങ്ങനെ ഒരു പായസം പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. അതിന് മുൻപ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു ഓൾ ഈസ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കാരണം എനിക്ക് മാക്സിമം വ്യൂസ് കിട്ടുന്നത് അൺസബ്സ്ക്രൈബ്ഡ് ആൾക്കാരിൽ നിന്നാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, റെഡ് ബട്ടൺ, ഈ ഒരു റെഡ് ബട്ടൺ കാണുന്നത് പ്രസ് ചെയ്താൽ മതി, എന്നാൽ സബ്സ്ക്രൈബ് ആവും. ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ബിക്കോസ് വളരെ സിമ്പിൾ റെസിപ്പീസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം ഇച്ചിരി മക്രോണി കഴുകിയെടുത്തു. കുക്കറിൽ ഡയറക്റ്റായിട്ടിട്ട് കഴുകി. അതേപോലെ എനിക്കൊക്കെ ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് സാധനങ്ങൾ കിട്ടണം. അപ്പോൾ കുക്കറിൽ ഡയറക്റ്റായിട്ട് കഴുകി ഇതേ ഒരു പാക്കറ്റ് പാലിൽ ഇച്ചിരി പാൽ ഇതിലോട്ട് ഒഴിച്ചു. പിന്നെ ഇച്ചിരി ഏലക്കയുണ്ട്, ഇച്ചിരി പാൽപ്പൊടി. ഭയങ്കര സിമ്പിൾ. ഇത് 10 രൂപയ്ക്ക് അമൂലിയുടെ പാൽപ്പൊടി കിട്ടില്ലേ, അത് യൂസ് ചെയ്താൽ മതി. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതേ കറക്റ്റായിട്ടൊരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒരു വിസിൽ റെഡി ആയിട്ടുണ്ട്. ആയതുകൊണ്ട് നമ്മളതേ ഒന്ന് ഇളക്കി കൊടുത്ത്, നമ്മളിപ്പോൾ വെണ്ണ ഇട്ടുകൊണ്ടാണ് അതേ ഒന്നും പറ്റി പിടിക്കാതെ ഉടച്ചു കൊടുത്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് ക്രീം അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മക്രോണി വേവുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ബാലൻസ് പാലെടുത്തിട്ട് ഈ ഗ്ലാസ്സിലോട്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എനിക്ക് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല കുക്കിങ്ങിൽ. ഇതാ പാൽപ്പൊടി ഇതിലോട്ടിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കട്ട കുത്തുന്നത് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഇതൊന്ന് ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിലോട്ട് ഒഴിക്കുക. പാൽ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് വീട്ടിലിപ്പോൾ എക്സ്ട്രാ പാലുണ്ടെങ്കിൽ ഒഴിക്കാം. മീൻസ് അതിൻ്റെ ഒരു ഇതനുസരിച്ച്. പായസം എനിക്കിപ്പോൾ ഒരുപാട് തിക്കല്ല ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കുന്ന. ഇതിപ്പോൾ നമ്മൾ പച്ചപ്പാലാണ് ഒഴിച്ചത്, കാരണം നിങ്ങൾ കണ്ടല്ലോ കവറിൽ പൊട്ടിച്ച പാലാണ് ഒഴിച്ചത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. മാത്രമല്ല നമ്മളിത് ഏലക്കപ്പൊടി, അപ്പോൾ ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഇത്രയൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ പാലൊന്ന് തിളക്കും. ദെൻ അവർ പുഡിംഗ് ഈസ് റെഡി, മക്രോണി ഈസ് റെഡി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾറെഡി കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നോർമലി ചെയ്ത് കുറച്ചുകൂടെ പാൽ ആടുമ്പോൾ ഒരു ഗ്ലാസ് കൂടെ എക്സ്ട്രാ കിട്ടും. പക്ഷേ എനിക്ക് എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പായസമാണ് ഭയങ്കര ഇഷ്ടം. ഇതുപോലെ ക്രീമി ആയിട്ടുള്ളത്.
അതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ ഈ സാധനം കാണിക്കാൻ വിട്ടുപോയി. ഇത് ഭയങ്കര കോമൺ ആയ ഐറ്റമാണ്, അതുകൊണ്ട് സത്യം പറയാം ഷുഗർ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ എന്തായാലും പായസത്തിൽ ആരും മിസ് ഔട്ട് ചെയ്യില്ല. ഷുഗർ നന്നായി മിക്സ് ചെയ്തു. ഇറ്റ്സ് റെഡി ടു ഈറ്റ്. അപ്പോൾ എൻ്റെ ദിവാലി റെസിപ്പീസിൽ ഞാൻ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്തത് ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലാതെ ഈ പറഞ്ഞ എസൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനിത് പപ്പായന്ന് കട്ട് ചെയ്തൊരു ഇതാണ്, ഷേപ്പാണ്. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാതെ അങ്ങനെ വെച്ചു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് എൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ സിമ്പിൾ വേണ്ട. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി ഇത്തരം കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യും. എസൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറലായിട്ട് അതെങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗാർണിഷ് ചെയ്യാൻ പൊമോഗ്രാനറ്റ് ആൻഡ് പപ്പായയാണ്. ആൻഡ് നൗ ഇറ്റ്സ് റെഡി. ഇതേ നമ്മുടെ മക്രൂണി ഈസ് റെഡി ടു ഈറ്റ്. ഇതേ ഇനി ഞാൻ ഒരു പാറ്റോട് കൂടെ കാണിച്ചു തരാം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൂ, നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ശരിക്കും ഗാർണിഷ് ചെയ്യുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി വീട്ടിലുള്ളവർക്ക് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കിതുപോലെ അങ്ങ് സെർവ് ചെയ്ത് ഡയറക്റ്റ്. പക്ഷേ ഗസ്റ്റ് വരുമ്പോൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെ ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഈ ഒരു പപ്പായ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എഡ്ജസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മീൻസ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം. ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു സ്റ്റാർ ഷേപ്പ് ഇടയ്ക്ക് കിട്ടും. ഒരു സ്റ്റാർ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. കുറച്ചുകൂടെ തിക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാർ ഷേപ്പ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ നമുക്കിതിൻ്റെ റൗണ്ടിലും അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തിട്ടിട്ട് വേണമെങ്കിലും ഇത് ഗാർണിഷ് ചെയ്യാൻ പറ്റും. ഈ ഗാർണിഷ് ചെയ്തിട്ടില്ലെങ്കിലും വീട്ടിലിപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഗാർണിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റിയാണ് അല്ലാതെ കഴിക്കാൻ തന്നെ. പക്ഷെ ഞാനൊക്കെ എപ്പോഴും എന്തുണ്ടാക്കുമ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ, മീൻസ് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ. മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കപ്പ് ഓൾസോ ഇസ് റെഡി. വെരി സിമ്പിൾ. സോ ഈ ഒരു സിമ്പിളായ മക്രോണി പായസം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്ന ഭയങ്കര പോപ്പുലർ ആയൊരു സ്ട്രീറ്റ് ഫുഡാണ്. ആസ് ഐ മെൻഷൻ, ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴേക്കും കൈൻഡ് ഓഫ് നൊസ്റ്റാൾജിയ. ബേൽപുരി എന്നുള്ളൊരു ഐറ്റം എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും. ആർക്കും തന്നെ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റാത്തൊരു ഫുഡ് തന്നെയാണ് ബേൽപുരി.
സോ ഭയങ്കര സിമ്പിളായിട്ട് ഭേൽപൂരി എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നത്. ആൻഡ് വീണ്ടും ഞാൻ പറയുകയാണ്, അൺസബ്സ്ക്രൈബ് ആൾക്കാരിൽ നിന്നാണ് എനിക്ക് മാക്സിമം വ്യൂസ് കിട്ടുന്നത്. മീൻസ് അറൌണ്ട് 66% വ്യൂസ്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നിങ്ങളത് കാണുന്നത്. അതുകൊണ്ട് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഈ എപ്പിസോഡിന്റെ ബിഗിനിങ്ങിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ടിൽ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. എൻജോയ് യുവർ ഫുഡ്. Bhelpuri is ready to eat. Smell is ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ഐ ഹോപ്പ് യു ട്രൈ ദ സിമ്പിൾ റെസിപ്പി. സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കാൻ ഒരിക്കലും പാടില്ല, കാരണം കൊറോണയാണ്. വീട്ടിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ടൊമാറ്റോ തിങ് ഇസ് റെഡി. നമുക്ക് നല്ല സൈഡിൽ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോസിൽ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഇട്ട് കൊടുത്താൽ മതി. ഐ എം ഷുവർ ഈ ലോക്ക്ഡൗൺ പീരിയഡിൽ ഒരുപാട് ടൈം ഉണ്ടാവും എല്ലാവർക്കും കുക്കിംഗ് പഠിക്കാനും. ഇപ്പം ഞാൻ തന്നെ ഫ്രണ്ട്സൊക്കെ വിളിക്കുക പലരും പറയണത്, അയ്യോ ഇപ്പോഴാണ് അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനും പലതും അങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ജോലി തിരക്കുള്ള സമയത്ത് ഇതൊന്നും ചെയ്യാത്ത പണികളായിരുന്നു. ഇപ്പോൾ ഓരോന്നായിട്ട് പഠിക്കുന്ന സമയമാണെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് നമ്മൾ കപ്പലണ്ടിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തു. നൗ ഇറ്റ്സ് റെഡി ടു ഈറ്റ്. നമ്മുടെ ഭേൽപൂരി റെഡിയാണ്. ദാറ്റ്സ് ഇറ്റ്. ജാഗ്രി ആൻഡ് ലെമൺ ആണ്. ഈ ജാഗ്രി ലെമണിൻ്റെ ഒരു പേസ്റ്റാണ് ഇതിലോട്ട് ടേസ്റ്റ് ആഡ് ചെയ്യണം. അപ്പം ഇതുകൂടെ എനിക്ക് ശരിക്കും ബാംഗ്ലൂരൊക്കെയുള്ള ടൈമിൽ അവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് അല്ല, സോറി, ഇത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സേവ് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു സാധനം പാനിപ്പൂരിയുടെ പൊരി മിക്സ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഈ 4-5 ടേസ്റ്റിനനുസരിച്ച് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മൾ നേരത്തെ പൊടിച്ച മസാല, ചാട്ട് മസാല പൗഡർ. ഓക്കെ, ഇനി വെരി സിമ്പിൾ. ഇതൊന്നും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, എനിക്ക് ശരിക്കും ബാംഗ്ലൂർ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ സ്കൂളും കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ടൈമുണ്ട്. മീൻസ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വണ്ടിയുടെ അടുത്തോട്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവും കഴിക്കാൻ. അപ്പോൾ അവർ ഇതിനകത്ത് ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുക. ഞാൻ അതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്. സിമ്പിളായിട്ടുള്ളൊരു നെക്ക്. ഓക്കെ, Deepavali is here and I've come up with new ingredient. ഒന്നോട്ടെ,